ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് ചെറിയൊരു ഫ്രാങ്ക് വീഡിയോ ആണ്. എൻ്റെ അല്ല, നമ്മുടെ കസിൻ്റെ. അവൻ്റെ കൂട്ടുകാരനേക്ക് ഭാര്യ വിദേശത്ത് നിന്ന് ചെറിയൊരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് എത്രത്തോളം വിജയിക്കുന്നറിയില്ല, ചെറിയൊരു ഫ്രാങ്ക് കൂടി ചെയ്യാനാണ്. ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഉറപ്പാവോ? സക്സസ് ആവും. നമ്മൾ ചെറിയൊരു യൂട്യൂബ് ഉണ്ട്, 1500 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് നീ നമ്മുടെ കൂടെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പോയപ്പോൾ പോകാൻ അലക്കായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ ഇതൊന്ന് ഉണക്കാനിട്ടിട്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എടുത്തിട്ട് ചെറിയൊരു ഗിഫ്റ്റ് പോലെയൊക്കെ തരും. അപ്പോൾ നീ അത് മേടിച്ചിട്ട് ഇങ്ങനെ പറയണം, എൻ്റെ ഭാഗത്തിലാണ് എന്നാൽ തിരിച്ച് മേടിക്കുമെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ എന്ത് വേണം ചെയ്തു തരാം, നമ്മുടെ മുത്തല്ലേ, നമ്മൾ എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഗിഫ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതാ കേക്ക് ഇടി വ്ളോഗ് ഫസ്റ്റ് ഏറ്റവും മേലെ സബ്സ്ക്രൈബ് അടിക്കേ. ബെല്ലൈക്കൺ ആരടിക്കും? അടിച്ചോ ആൾ. അയ്യോ, അപ്പോൾ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗിവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെറിയൊരു ബുക്ക് കൊടുത്ത. ഇച്ചിങ്ങോട്ട് തന്നെ തരണേ, ഉണ്ട് തിന്നരുത്. ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ നീ പറയാ, നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മനസ്സിലായി. എന്താ മനസ്സിലായി? സത്യം പറയാലോ, സലാമിനെ അങ്ങനെ പരിചയമില്ല. എന്നെ അങ്ങനെ പരിചയം അല്ല, അതിപ്പോ ഒരു തരികിടയാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഇതാരെ തന്നു പറയൂ. നമ്മുടെ പ്രൊവിഡൻസിൽ പഠിച്ച നജ്മുന്നീസിനെ അറിയില്ല. നജ്മുന്നീസിനെ അതിനൊക്കെ ഓർമ്മയുണ്ട്. അവളും തന്നെ അത് കോളേജില് പ്ലസ് വണ്ണിൽ പഠിത്തം നിർത്തിയിട്ട് പോയ പെൺകുട്ടി ഇപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക. ടെൻഷൻ ഉണ്ടല്ലോ. പക്ഷെ അവള് എന്റെ അടുത്തേ അഫ്സൽ ഇത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചത്. അപ്പൊ നാളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെ തരാൻ പറഞ്ഞു. ഹാപ്പി വാലന്റൈൻസ് ഡേ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്തെങ്കിലും പറയണ്ട? അല്ല, ഉമ്മാനോട് എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല ഉമ്മാനോട്? എനിക്കെന്താ അറിയാനുള്ളേ? താങ്ക് യു.